ടു മൈ ചാനൽ. ഞാൻ ആതിര. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ Q&A ആണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1-2 മാസം മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു Q&A വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണേ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഫിലിം കുറച്ചല്ല, അത്യാവശ്യം ഡിലേ ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ഞാൻ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ഡെക്കറേഷൻ വീഡിയോ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എന്തെങ്കിലും Q&Aയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ബേസിക് ആയിട്ടുള്ളത് എൻ്റെ പേര്, ഞാൻ എന്ത് ബിസിനസ് ചെയ്യണത്, എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ചെറിയൊരു ഡീറ്റെയിൽ പറയാം. എൻ്റെ പേര് ആതിര. ഞാൻ ചെയ്യുന്ന സ്മോൾ ബിസിനസ് പേപ്പർ ക്രാഫ്റ്റിന് റിലേറ്റഡ് ആണ്. പേപ്പർ ക്രാഫ്റ്റിംഗ് മാത്രമല്ല, ഈ DIY റിലേറ്റഡ് ഒക്കെ ഉണ്ട്, അതായത് ഈ വാൾ ഹാങ്ങിങ് അതൊക്കെ ഉണ്ട്. പേപ്പർ ക്രാഫ്റ്റിങ്ങിന് വരുന്നത് ഹാൻഡ് മെയ്ഡ് ആൽബം, എക്സ്പ്ലോഷൻ ബോക്സസ്, പിന്നെ കാർഡ്സ് ഒക്കെ ഇല്ലേ, പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ്സുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതേപോലെ വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഡ്രീം ക്യാച്ച്, പിന്നെ നമ്മൾ ഈ എംബ്രോയിഡറി ഹൂപ്പോണ്ടൊക്കെ ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കില്ലേ, അതും. ഇത് തുടങ്ങിയത് ഏത് കൊല്ലാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് തുടങ്ങിയത് 2017 പക്ഷേ എനിക്ക് പണ്ട് ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് പേപ്പർ റിലേറ്റഡ് ഇങ്ങനെ ക്രാഫ്റ്റ്, നമുക്ക് ഈ സ്കൂളിൽ നിന്ന് അസൈൻമെൻ്റ് ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ബോർഡേഴ്സിലൊക്കെ ഇങ്ങനെ A4 ഷീറ്റിൽ എഴുതിയിട്ട് അതിൻ്റെ ബോർഡേഴ്സും ഡെക്കറേറ്റ് ചെയ്യില്ലേ, അതും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ വീട്ടിൽ അച്ഛനമ്മയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ചേട്ടൻ്റെ ബർത്ത്ഡേ, ആനിവേഴ്സറി ഇതൊക്കെ വരുമ്പോൾ അവർക്ക് കാർഡ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് കാർഡ് ഉണ്ടാക്കുക, കസിൻസിന് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നല്ല ക്രേസ് ആയിരുന്നു. പിന്നെ ഒരു ദിവസം എൻ്റെ കസിനാണ് സജസ്റ്റ് ചെയ്തത്, പാർവതി. അവൾ സജസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു പേജ് തുടങ്ങിക്കൂടെ, ഒരു ബിസിനസ് ആക്കിക്കൂടെ. പക്ഷെ അന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചില്ല കേട്ടോ. പിന്നീട് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സഭ ഞങ്ങൾ ഒരുമിച്ച് എങ്ങനെയോ ഈ ടോപ്പിക്കിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളൊരു പേജ് ഉണ്ടാക്കാം എന്നൊക്കെ ഡിസൈഡ് ചെയ്തു. അവളും ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. വൗ ക്രാഫ്റ്റ് എന്നാണ് പേര്. ആ അക്കൗണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത്രേ ഉള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2018 ആദീസ് ക്രിയേഷൻ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. ആദ്യത്തെ ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു റാൻഡം ഓർഡറിൽ എഴുതിയേക്കണം. അങ്ങനെ ഒരു ഓർഡറും ഒന്നും ഇല്ലാണ്ടാണ് എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഹൗ യു സ്റ്റാർട്ട് ദിസ് ബിസിനസ്. ഇത് ചോദിച്ചത് DIY ക്ലബ്ബാണ്. അതിനുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഉത്തരം. ആദ്യം ഞങ്ങൾ Gmail അക്കൗണ്ട് തുടങ്ങി, പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുടങ്ങി. അതിനുശേഷമാണ് ആദീസ് ക്രിയേഷൻ തുടങ്ങിയത്. രണ്ടാമത്തേത് വേർ യു ബൈ ടാഗ്സ് ആൻഡ് സ്റ്റിക്കേഴ്സ്. ഇത് ചോദിച്ചത് hijabi.75. ടാഗ്സും സ്റ്റിക്കേഴ്സ് പൊതുവേ എല്ലാ സപ്ലൈസും ഞാൻ മേടിക്കുന്നത് ഒന്നെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറേ റീസെല്ലേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിയ ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ ഹോൾസെയിൽ ക്രാഫ്റ്റ് സ്റ്റേഷനേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ അക്കൗണ്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് അമേരിക്കൻ ക്രാഫ്റ്റ്സും സിമ്പിൾ സ്റ്റോറീസും ഇവരിൽ നിന്നൊക്കെ മേടിക്കാറുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് മാത്രമല്ല ഞാൻ ലോക്കൽ സ്റ്റോറായ ഫെജി, എഡുമാർട്ട് അവിടെയൊക്കെ പോയിട്ട് മേടിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ വർക്ക്സ് ആർ റിയലി അമേസിങ്. എല്ലാം ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഇത് ചോദിച്ചത് ശ്രീകുട്ടിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ശ്രീകുട്ടി. എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതെ, ഒരുവിധം എല്ലാം ഒറ്റയ്ക്കാണ്. പിന്നെ ഈ പോസ്റ്റും കൊറിയറൊക്കെ അയക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ അച്ഛനമ്മ അല്ലെങ്കിൽ ചേട്ടനൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇടയ്ക്ക് പാക്കിങ്ങിനൊക്കെ ആവശ്യം വരുമ്പോൾ അമ്മോടും പറയാറുണ്ട്. അതേപോലെ തന്നെ മെറ്റീരിയൽസ് മേടിക്കാനൊക്കെ ആയിട്ട് അമ്മേനൊക്കെ ഇടയ്ക്ക് കൂടെ വരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ. പിന്നെ അടുത്തത് പ്രിൻറ്റർ ആൻഡ് ഇറ്റ്സ് ഡീറ്റെയിൽസ്. ഇത് ചോദിച്ചത് മെസ്ന സാദിക്കാണ്. ആദ്യം എൻ്റെ കയ്യിൽ പ്രിൻ്റർ ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് കഫേയിൽ പോയിട്ടാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. പിന്നെ ഈ കോവിഡിൻ്റെ ടൈം വന്നപ്പോഴാണ് പ്രിൻ്റർ മേടിച്ചത്. കാരണം ലോക്ക്ഡൗൺ ആയപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രിൻ്റർ എപ്സൻ്റെ L1300 മോഡലാണ്. അത് A3 പ്രിൻ്ററാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയെങ്കിൽ ഇങ്ക്ജെറ്റ് ആണ് കേട്ടോ പ്രിൻ്റർ, ലേസർ അല്ല. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റർ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഷോപ്സിൽ പോയിട്ട് അന്വേഷിക്കണം ഒന്നും ബെറ്റർ ആവുക. അല്ലെങ്കിൽ ഇത് യൂസ് ആക്കിയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരാളോടല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻ ആവുമല്ലോ. ഇപ്പോൾ ഞാൻ നോക്കുന്നുണ്ടാകുന്നത് A3 സൈസിലുള്ള പ്രിൻ്ററാണ്. അപ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ A4 ലേസർ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഡിഫറെൻ്റ് അല്ല ആവുക. അങ്ങനെ. നെക്സ്റ്റ് വൺ, ഹൗ ടു ഡെലിവർ എ പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. ഇത് ചോദിച്ചത് ഫാൻറ്റസി. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് എത്തിക്കുന്നത് അത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് കൊറിയർ സർവീസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം. പോസ്റ്റ് ഓഫീസിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാമ്പ് വഴി. സ്റ്റാമ്പ് വെച്ചെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്തിട്ടുള്ള ഹോൾ പാക്കേജിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കും. ആ വെയിറ്റ് അനുസരിച്ചാണ് അവർ സ്റ്റാമ്പ് ഒട്ടിക്കുക. അത് ലോ കോസ്റ്റാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള സ്ലിപ്പ് കിട്ടില്ല. അപ്പോൾ പ്രൊഡക്റ്റ് എവിടെ എത്തിയെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു പ്ലാന്റ് സാപ്ലിംഗ് എന്നൊരു കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഇതേപോലെ ചെറിയൊരു കുഞ്ഞൊരു ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഗിഫ്റ്റായിട്ട്. പക്ഷേ അത് അയച്ചാൽ എല്ലാവർക്കും ഒരു 40-50 ഞാൻ അയച്ചു. അത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അത് ട്രാക്ക് ചെയ്യാൻ വെച്ചെങ്കിൽ അതിൽ ഓപ്ഷനും ഇല്ല. അപ്പോൾ അതാണ് ഒരു എന്താ പറയണേ, ഈ ഒരു സ്റ്റാമ്പ് ആയിട്ടുള്ള പോസ്റ്റ് വഴി അയക്കണതിൽ ഒരു മേജർ ഡിഫെക്റ്റ്. പിന്നെ രണ്ടാമത്തേത് നമുക്ക് രജിസ്റ്റേർഡ് വഴി അയക്കാം. രജിസ്റ്റേർഡ് നൈസ് തന്നെയാണ്. പക്ഷെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത് ഇന്ത്യൻ സ്പീഡ് പോസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ ഒട്ടുമിക്ക ഓർഡേഴ്സ് ഞാൻ ഇന്ത്യൻ സ്പീഡ് പോസ്റ്റ് വഴി തന്നെയാണ് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ട്രാക്കിംഗ് സ്ലിപ്പും കിട്ടും. അതുമാത്രമല്ല സ്പീഡ് പോസ്റ്റ് ആയതുകൊണ്ട് അത് വേഗം തന്നെ കിട്ടും ചെയ്യും. രജിസ്റ്റേർഡിലും ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ ഉള്ളത് കൊറിയർ ഓപ്ഷൻസ് ആണ്. അതായത് DTDC ഉണ്ട്, ഫെഡെക്സ്, പ്രൊഫഷണൽ, പിന്നെ ഡൽഹി വെറി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ സ്പീഡ് പോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് DTDC കൊറിയറാണ്. DTDCയിൽ തന്നെ നമുക്ക് വീണ്ടും നോർമൽ ഉണ്ട്, സ്പീഡ് അയക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അവർ ഓവറോൾ പാർസലിലെ വെയിറ്റ് മാത്രമല്ല, അതിൻ്റെ ഡയമെൻഷനും നോക്കും. ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത് അതൊക്കെ അവർ നോക്കിയിട്ടാണ് ടോട്ടൽ എമൗണ്ട് പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്ന ടൈപ്പ് കൊറിയർ സർവീസസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കുറേ വെബ്സൈറ്റൊക്കെ ഉണ്ട്. ഷിപ്പ് റോക്കറ്റ്, പിന്നെ ഡൽഹി വെറിക്ക് തന്നെ കുറേ അവർക്ക് അവരുടേതായിട്ടുള്ള വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ യുവർ ഓൾ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ആർ സോ ക്ലിയർ വെദർ ഓൺ യൂട്യൂബ് ഓർ ഇൻസ്റ്റാഗ്രാം ടു. ഇത് ചോദിച്ചത് ഹാൻഡ് മെയ്ഡ് സർപ്രൈസസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണായാലും ക്യാമറയിലും അത് നല്ല ക്വാളിറ്റി, നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ആണ് തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫോട്ടോസ് ആയാലും വീഡിയോസിനായാലും ഇത്രയും ക്ലാരിറ്റി ഉള്ളത്. അപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്നത് പോക്കോ F1 ആണ്. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് OnePlus 8 Pro. പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ DSLR ക്യാമറ ഉണ്ട്, കാനോൺ 60D 50mm ലെൻസാണ്. അതിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് വരുന്നുണ്ട്. അത് കാരണമാണ് മെയിനായിട്ട്. പിന്നെ നമ്മളെടുക്കണ ആ ഒരു ഫ്ലാറ്റ് ലൈറ്റിംഗ് ഒക്കെ അല്ലേ, ഇപ്പോൾ ഞാൻ ഇത് പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് സൺലൈറ്റ് വരുന്നിരിക്കും. പിന്നെ അപ്പോൾ ഇവിടെ ഷാഡോ വരുള്ളൂ പ്രൊഡക്റ്റിൻ്റെ ഈ സൈഡിലേക്ക്. അപ്പോൾ ഞാനിവിടെ തെർമോക്കോൾ വെക്കുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ കാരണം ഇവിടെ ഭാഗത്ത് ഷാഡോ വരില്ല. അപ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ ചോദ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ സ്നാപ്സീഡിലാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ക്ലാരിറ്റി അധികം ലോസ് ആവാറില്ല. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഇപ്പം കറൻ്റ്ലി VLLO അതേപോലെ VITA ആ ആപ്പും ട്രൈ ചെയ്യുന്നുണ്ട്.
പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് ഹൗ മെനി ക്രാഫ്റ്റ് ടൂൾസ് ആൻഡ് പേപ്പർ പാക്ക് കളക്ഷൻ. ഇത് ചോദിച്ചത് ക്രാഫ്റ്റ് ഹെവൻ ആണ്. എൻ്റെ കയ്യിൽ അത്യാവശ്യം ക്രാഫ്റ്റ് ടൂൾസ് ഉണ്ട്, പേപ്പർ പാക്സ് കുറേ ഉണ്ട് കേട്ടോ. ക്രാഫ്റ്റ് ടൂൾസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മേടിച്ച ക്രാഫ്റ്റ് ടൂൾ ലൈക്ക് ബേസിക് ടൂൾ അല്ലാണ്ട് മേടിച്ചത് VR മെമ്മറി കീപ്പേഴ്സിൻ്റെ സ്കോർ ബോർഡ് ആൻഡ് ട്രിമ്മറാണ്. പക്ഷെ സത്യം പറയിച്ച് ഞാൻ അത് അധികം യൂസ് ചെയ്യാറില്ല. അതിൻ്റെ ബ്ലേഡ് പെട്ടെന്ന് മൂർച്ചയൊക്കെ പോയി. പിന്നെ ബ്ലേഡിന് വെച്ചാൽ കുറച്ചുകൂടി കോസ്റ്റാണ്, അത് കാരണം ഞാൻ പിന്നെ മേടിച്ചിട്ടില്ല. പിന്നെ വേറെയും കുറേ ടൂൾസ് ഉണ്ട്, പക്ഷെ അതിൽ കുറേ ടൂൾസ് തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അത് ആ ടൈമിൽ കണ്ടപ്പോൾ ഭയങ്കര ക്രേസ് ആയിട്ട് മേടിച്ചതാണ്. ഇപ്പം ഞാൻ ടൂൾസ് മേടിക്കുമ്പോൾ ഞാൻ കുറേ ഇരുന്ന് ആലോചിക്കും, ഇതെനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ, ഞാൻ എത്രത്തോളം യൂസ് ചെയ്യും, എനിക്കത് പ്രോഫിറ്റ് കിട്ടുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ മേടിക്കാറുള്ളൂ. പിന്നെ പേപ്പർ പാക്ക് ആദ്യം കുറേ മേടിച്ചിരുന്നു, ഇപ്പോൾ ഞാൻ അങ്ങനെ ഓവറായിട്ട് മേടിക്കാറില്ല. കാരണം കുറേയൊക്കെ എനിക്ക് പ്രൊമോഷൻ വഴി കിട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ക്രാഫ്റ്റ് സ്പേസിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറേ പേപ്പർ പാക്സ് ഉണ്ട് എന്ന്. അതൊക്കെ എനിക്ക് മിക്കതും ഒരു 60 to 70% എനിക്ക് കിട്ടിയത് ഈ പ്രൊമോഷൻ വഴിയാണ്. പ്രൊമോഷൻ്റെ അതിന് ആ ഒരു ബേസിനായിട്ട് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസേജ് ഓഫ് ഷേക്കർ എലമെൻറ്റ്സ്. ഇത് ചോദിച്ചത് പെറ്റൽസ് 1, 2, 3. ഷേക്കർ എലമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷേക്കർ സീക്വൻസ് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതൊരു പ്രൊജക്റ്റിന് യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രൊജക്റ്റിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കില്ല. നമ്മളൊരു എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കുക വെച്ചെങ്കിലും ഒരു ആൽബം ഉണ്ടാക്കുക വെച്ചെങ്കിലും ആ ഒരു ഷേക്കർ എലമെൻറ്റ് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഒരു ഫ്ലിപ്പ് പേജിന് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതൊരു ഷേക്കർ എലമെൻ്റ് ആക്കാം, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് പേജ് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷേക്കർ എലമെൻ്റ് ഒട്ടിക്കുക. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു പ്രൊജക്റ്റിന് കൊടുക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് യൂസേജ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ, വെൻ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ക്രാഫ്റ്റിംഗ്, വൈ ഡു യു ലൈക്ക് ദിസ് പ്രൊഫഷൻ. ഇത് ചോദിച്ചത് സാറ നൗറിൻ. എന്തുകൊണ്ടാണ് തുടങ്ങിയെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴാണ് തുടങ്ങിയെന്നുള്ളത് അത് എനിക്ക് 2017 തുടങ്ങിയത്. 2018 ആദ്യ ക്രിയേഷൻ. എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊഫഷൻ ഇഷ്ടം? ഇത് കാരണം എനിക്ക് എൻ്റെ ഒരു പാഷനാണ്, അത്രയും ഇഷ്ടമാണ് ക്രാഫ്റ്റിങ്ങിനോട്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഒരു സ്മോൾ ബിസിനസ് ലെവലിൽ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡു യു ഹാവ് പ്രിൻറ്റർ. അതിനുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു യൂസ് ഫോർ യുവർ ബേസ് ഇൻ ആൽബംസ്. ഇത് ചോദിച്ചത് ദീപിക ജെയിനാണ്. എനിക്ക് തോന്നുന്നു ഇവരൊന്നും മലയാളീസ് അല്ല, പക്ഷെ ഞാനിത് ഉത്തരം പറയണത് മലയാളത്തിലാണ്. അവർക്ക് മനസ്സിലാവുന്നറിയില്ല, എന്തായാലും ഇതിൽ സബ് ടൈറ്റിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആൽബത്തിന് ബേസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ചിപ്പ് ബോർഡാണ് കേട്ടോ. ചിപ്പ് ബോർഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതും പല GSM-ൽ അവൈലബിൾ ആണ്. GSM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ശരിക്കും ആ ഒരു പേപ്പറിൻ്റെ തിക്നെസ് ആണ്. ഈ A4 ഒക്കെ ഭയങ്കര കുറവ് GSM ആണ്. അതിലും കൂടുതൽ കട്ടിയാവും തോറാണ് നമ്മുടെ ഈ സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസിനൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു സ്ട്രെങ്ത്ത് കിട്ടുമല്ലോ. ആ ഒരു ഡ്യൂറബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പ്രോപ്പറായിട്ടുള്ള GSM പേപ്പേഴ്സ് യൂസ് ചെയ്യണം ഏറ്റവും ബെസ്റ്റ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് മൗണ്ട് ബോർഡ് ഉണ്ട്. മൗണ്ട് ബോർഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇൻ കേസ് സ്ട്രിപ്പ് ബോർഡ് മൗണ്ട് ബോർഡൊന്നും ഇല്ല, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ കട്ടിയുള്ള കാർഡ് ബോർഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ബേസിന്. ഇനി നെക്സ്റ്റ് വൺ, ഷെയർ യുവർ ഫസ്റ്റ് ഷിപ്പിംഗ് എക്സ്പീരിയൻസ്. ഇത് ചോദിച്ചത് സ്വർണ്ണ വീരഭട്ട്. ഫസ്റ്റ് ഷിപ്പിംഗ് എക്സ്പീരിയൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയത് സബയുടെ കസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഡയറക്റ്റാണ് കൊടുത്തത്. എനിക്ക് ഫസ്റ്റ് ഷിപ്പിംഗ് എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഹൈദരാബാദിക്കാണ്, അത് ഷുവർ അല്ല. നെക്സ്റ്റ് വൺ, വിച്ച് വാസ് എ ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് യു ഗോട്ട് ആൻഡ് വിച്ച് വാസ് എ ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് യു ഗിഫ്റ്റഡ്. ഇത് ചോദിച്ചത് എൻജോയ് ക്രിയേഷൻസ്. ഞാൻ പേരൊക്കെ സ്പെല്ല് ചെയ്യണതിൽ കറക്റ്റാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ എൻ്റെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് അമ്മ എനിക്ക് തന്നൊരു കാർഡാണ്. എനിക്ക് എത്ര വയസ്സാണെന്ന് ഓർമ്മയില്ല. എനിക്ക് അമ്മ ബർത്ത്ഡേക്ക് ഒരു കാർഡ് ഉണ്ടാക്കിയതാണ്. അതിൽ ഞങ്ങൾ 4 പേര്, എൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും അച്ഛൻ്റെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, പാസ്പോർട്ട് ഫോട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒരു കാർഡ് ഉണ്ടാക്കിയെന്നുണ്ടായിരുന്നു. അതാണ് തോന്നുന്നു കേട്ടോ. ഞാൻ കൊടുത്ത ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് അഗെയിൻ ഇതേപോലെ ഹാൻഡ് മെയ്ഡ് കാർഡ് തന്നെ ആവുള്ളൂ. അതും അച്ഛനമ്മയുടെ ആനിവേഴ്സറി അല്ലെങ്കിൽ ചേട്ടൻ്റെ ബർത്ത്ഡേ, ഇങ്ങനെ മിക്കവാറും ആനിവേഴ്സറിക്ക് തന്നെ ആവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹംദ ക്രാഫ്റ്റ് ചോദിച്ചതാണ്. പ്ലീസ് ടേക്ക് എ ക്ലാസ്. ഓക്കെ, ക്ലാസ്സിനെ പറ്റിയിട്ട് ഞാൻ ഓൺലൈൻ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇടാറുണ്ട് ഇങ്ങനെ ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്.
പിന്നെ ഇതേപോലെ ഞാൻ പ്രൈവറ്റ് ക്ലാസ്സസ് എടുക്കാറുണ്ട്. അതും 1-2 ക്ലാസ്സസ് എടുത്തിട്ടുള്ളൂ. കുറച്ച് പേര് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ മാത്രം അവർക്ക് വേണ്ടി എടുക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ്സിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് പേപ്പർ ക്യാൻ വി പ്രിൻറ്റ് എലമെൻറ്റ്സ്, വെൻ ക്യാൻ വി ഗെറ്റ് ഇറ്റ്? എനിക്ക് തോന്നുന്നു വേർ ക്യാൻ വി ഗെറ്റ് ഇറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, പേപ്പർ ഞാൻ കൂടുതൽ ഈ മാറ്റ് ടൈപ്പ് വൈറ്റ് കാർഡ് സ്റ്റോക്കില്ല, അതിലാണ് കൂടുതൽ പ്രിൻ്റ് എടുക്കാറ്. പിന്നെ ഫോട്ടോസ് വെച്ചെങ്കിൽ ഗ്ലോസി പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കുക. ഇത് ഞാൻ മേടിക്കണത് ലോക്കൽ ഷോപ്പിൽ നിന്നാണ് ഗ്ലോസി പേപ്പർ മേടിക്കണത്, തൃശ്ശൂർ ടൗണിലുള്ളത്. ഞാൻ പ്രിൻ്റർ മേടിച്ചോ പറഞ്ഞില്ല, ആ ഷോപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ വൈറ്റ് കാർഡ് സ്റ്റോക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം സെല്ലറിൻ്റെ നിന്ന് മേടിക്കാറ്. ഈ ചോദ്യം ചോദിച്ചത് ഏഞ്ചൽ ക്രാഫ്റ്റിംഗ് ഇറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സെലിബ്രേറ്റ്സ് എ വിക്ടറീസ് മോർ ദാൻ യു? ഇത് ചോദിച്ചത് പെഗാസസ് 004 ആണ്. എൻ്റെ വിക്ടറീസ് എന്നെപ്പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ വീട്ടുകാരാണ്. വീട്ടുകാരിൽ മെയിനായിട്ട് എൻ്റെ അമ്മയ്ക്ക് അത്ര ഹാപ്പിനെസ് ആണ് എനിക്കിപ്പോൾ ഒരു ഡിസൈൻ ടീമിൽ കിട്ടിയാലും, അതേപോലെ എൻ്റെ ഒരു ചെറിയൊരു മൈൽ സ്റ്റോൺ ആയാലും അത് അമ്മയ്ക്ക് അത്രയും ഹാപ്പിനെസ് ആണ്. പിന്നെ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും ഉള്ള എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും, അവർ അയക്കുന്ന മെസ്സേജ് ആയാലും കമൻസ് ആയാലും അതൊക്കെ ശരിക്കും ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണത്. പിന്നെ നെക്സ്റ്റ് വൺ, എ ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് യു ഹാഡ് ഇൻ ദിസ് ഫീൽഡ്? ഇത് ചോദിച്ചത് ആർട്ടിഷാണ്. ഗുഡ് എക്സ്പീരിയൻസ് പറയുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ക്ലാസ്സസ് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തുള്ള സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഇല്ല, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നിപ്പി നൂഡിൽസ് ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ വർക്ക്ഷോപ്പ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ഹാപ്പി മൊമെൻറ്റും ആയിരുന്നു. പിന്നെ ബാഡ് എക്സ്പീരിയൻസ് പിന്നെ ഗുഡ് എക്സ്പീരിയൻസിലുള്ളത് ക്ലയൻറ്റ് റിവ്യൂസ്, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്പീരിയൻസ് അല്ല, എന്താ പറയുക, ഒരു പ്രഷ്യസ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അത്ര ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അവരെ ഹാപ്പിനെസ് കാണുമ്പോൾ അവർ വീഡിയോ ഒക്കെ അയച്ചു തരില്ലേ, അതൊക്കെ ഒരു നമ്മൾ ചെയ്തൊരു വർക്ക് വേർത്താണെന്ന് അറിയുന്നത്, അതിൻ്റെ ആ ഒരു വാല്യൂ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക അപ്പോഴാണ്. പിന്നെ ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഷിപ്പിങ്ങിലൊക്കെ എനിക്ക് 1-2 വട്ടമൊക്കെ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ എത്ര പാക്ക് ചെയ്തിട്ട് അയക്കാച്ചെങ്കിലും ആ കൊറിയർ സർവീസിൻ്റെ ഭാഗത്ത് പറ്റണ മിസ്റ്റേക്കാണ്. അങ്ങനെ കുറച്ച് ഫോൾട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ ഈ സ്മോൾ ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ചെയ്യുന്നുള്ളത്. അത് അത്യാവശ്യം ലേറ്റായി, എന്തായാലും ഞാൻ ചെയ്യാൻ നോക്കാം പെട്ടെന്ന്. അതൊരു വല്ലാത്തൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ഇതുവരെ ഉണ്ടായ എൻ്റെ ഒരു ക്രാഫ്റ്റ് ജേണിയിൽ അതായിരുന്നു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ്. അതൊരു ബാഡ് എക്സ്പീരിയൻസ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. എക്സ്പീരിയൻസ് തന്നെയല്ലേ. അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻസ്, പാഷൻ, പ്രൊഫഷണൽ മാരേജ്? ഇത് ചോദിച്ചത് അശ്വനി മോഹൻതാണ്. പാഷനായിട്ട് എൻ്റെ ക്രാഫ്റ്റ് തന്നെ, അതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ. കാരണം അത് എന്നെ ഹാപ്പി ആക്കുന്ന ഒരു സംഭവമാണ്. എത്ര നാളെ എനിക്ക് ഈ ക്രാഫ്റ്റിലൂടെ ഹാപ്പിനെസ് ഉണ്ടാകുന്നു അത്ര നാളെ എന്തായാലും ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ പ്രൊഫഷൻ ഇതുവരെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ ഞാൻ പക്കയായിട്ട് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് മാരേജ് എന്തായാലും ഇപ്പോൾ ഒന്നും നോക്കുന്നുണ്ടാവില്ല. പിന്നെ ഹൗ ക്യാൻ ഐ ഗ്രോ എനി സ്മോൾ ബിസിനസ്? മൈ സ്മോൾ ബിസിനസ് ആകുന്നു. ഹൗ ക്യാൻ ഐ ഗ്രോ മൈ സ്മോൾ ബിസിനസ്? ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് 1 order സിൻസ് ഐ സ്റ്റാർട്ടഡ് ദിസ്. ഇത് ചോദിച്ചത് art.archive ആണ്. ഒന്നാമത്തെ തന്നെ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും ഒട്ടുമിക്ക ബിസിനസ്സിൻ്റെ സ്മോൾ ബിസിനസ് തുടങ്ങിയ ആൾക്കാർക്കും ആദ്യം തന്നെ കുറേ ഓർഡേഴ്സ് കിട്ടണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും, ചിലപ്പോൾ അതും കിട്ടാത്തവരും ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യം ഓർഡേഴ്സ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ്സ് വഴിയൊക്കെയാണ് ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയത്. പിന്നെ എങ്ങനെ ഗ്രോ ചെയ്യാന്നുള്ളത്, സ്മോൾ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടൻറ്റ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പേജ് എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കാൻ നോക്കുക. ആക്റ്റീവ് ഇൻ ദ സെൻസ് ഡെയിലി പോസ്റ്റ് ചെയ്യണം അതൊന്നും ഞാൻ പറയില്ല. പോസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലത്, പക്ഷേ അത് പറ്റില്ലെങ്കിലും മിനിമം ഒരു വീക്ക്ലി 2 അല്ലെങ്കിൽ 3 എങ്കിലും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സ്റ്റോറിയിലൂടെ നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. ഇപ്പോൾ ക്രാഫ്റ്റ് റിലേറ്റഡ് തന്നെ ആവണമെന്നില്ല, അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആ പേജ് ആക്റ്റീവായിട്ട് വെക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കണം. അങ്ങനെ പിന്നെ ഉള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ നല്ല രീതിയിൽ എടുക്കുക, ഫീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അതേപോലെ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു #, അതൊക്കെ തന്നെ യൂസ് ചെയ്യുമ്പോൾ
അത്യാവശ്യം പേജ് ഗ്രോ ചെയ്യും. പിന്നെ ഇതൊന്നും കൂടാണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പ്രൊമോഷനും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പെയ്ഡ് പ്രൊമോഷനായിട്ട് ഒന്നുകൂടി ബെറ്റർ നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കണ്ടന്റ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റീച്ചും കിട്ടും, അതേപോലെ തന്നെ ബിസിനസ് ഗ്രോ ചെയ്യുകയും ചെയ്യും. ഓക്കെ, വാട്ട് മേക്സ് യു ഹാപ്പി? ഇത് ചോദിച്ചത് ഗെറ്റ് ക്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. എന്നെ ഹാപ്പി ആക്കുന്നത് ഒബ്വിയസ്ലി ക്രാഫ്റ്റിംഗ് ആണ്. പിന്നെ അതല്ലാണ്ട് സീരീസ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന സീരീസ്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട്സ് സീരീസ് ഈ ഒരു ലോക്ക്ഡൗൺ തുടങ്ങിയില്ല അപ്പോഴാണ് കണ്ടു തുടങ്ങിയത് കേട്ടോ. അയ്യോ, അതിന് ഈ ഒരു 1 ഇയറിൽ ഞാൻ മിനിമം 3 or 4 times കണ്ടിട്ടുണ്ടാവും ആ ഹോൾ സീരീസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അത്. ശരിക്കും കാണുമ്പോൾ തന്നെ നമ്മൾ അത്രയും മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയെങ്കിൽ നമ്മുടെ ആ മൂഡ് കംപ്ലീറ്റ്ലി മാറും. പിന്നെ ഉള്ളത് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ട്രാവൽ, അങ്ങനെയൊക്കെ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ എന്നെ ഹാപ്പിയാണ്. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ, അത്ര വലിയ ഫുഡി അല്ല ഞാൻ, പക്ഷേ എനിക്കിഷ്ടപ്പെടുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അത് എന്നെ ഹാപ്പിയാക്കും. നെക്സ്റ്റ് വൺ, പ്ലീസ് അപ്ലോഡ് എ സ്ക്രാപ്പ് ബുക്ക് ട്യൂട്ടോറിയൽ ഓൺ ആഡിങ് വെല്ലം പേജ്, ആഡിങ് എക്സ്ട്രാ പേജസ് എക്സെട്ര. happiness.hand ആണ് ചോദിച്ചത്. അപ്പോൾ സ്ക്രാപ്പ് ബുക്ക് ട്യൂട്ടോറിയൽ ഞാനൊരു 3 മാസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാനത് എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഈ വീക്കിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കാം. എനിക്ക് അത് എഡിറ്റ് ചെയ്യാൻ ഒരു 2 മണിക്കൂറിന് മുകളിലുണ്ട് ആ വീഡിയോ. അപ്പോൾ അത് തന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. Next one, hi, I wanna ask that what we should do when we don't have order but have to post on the feed for the page for the feed. ഇത് ചോദിച്ചത് അർഷു ക്രാഫ്റ്റ് ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് ഇല്ലെങ്കിലും നമ്മുടെ ഫീഡ് നമ്മൾ ആക്റ്റീവായിട്ട് വെക്കണം, പേജ് ആക്റ്റീവായിട്ട് വെക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇപ്പോൾ പിൻട്രസ്റ്റിന് ആവശ്യമെങ്കിലും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഏതെന്നാണെങ്കിലും എനിക്ക് ഇത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന കുറച്ച് പ്രൊജക്ട്സ് ഉണ്ട്. അത് ഞാൻ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ വീഡിയോ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് ഈ ഒരു പോസ്റ്റും ഈ ഓർഡേഴ്സൊന്നും ഇല്ലാത്ത ടൈമിൽ ഞാൻ അത് ട്രൈ ചെയ്യാനാണ് ശ്രമിക്കാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വെറുതെ ഇരിക്കും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പോസ്റ്റ് ഓർഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഫീഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എന്താണോ കൊണ്ടുവരാൻ ആഗ്രഹമുള്ളത് ആ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുക. നമ്മൾ പുതിയതായിട്ട് ചെയ്താലല്ല ആൾക്കാർക്ക് അറിയുള്ളൂ, ഓക്കെ ഈ കുട്ടി ഈ പ്രൊജക്റ്റ് ഈ ഒരു വർക്ക് ചെയ്യും, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഇത് ഓർഡർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ടൈം വേണം. നിങ്ങൾക്ക് ഓർഡേഴ്സ് ഇല്ലെങ്കിൽ പുതിയതായിട്ട് വല്ല വർക്ക്സ് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രാപ്പ് ബുക്കിന് സ്റ്റിക്കേഴ്സ് കിട്ടാൻ എന്താ സെർച്ച് ആക്കുക? ഇത് ചോദിച്ചത് പെറ്റൽസ് 123 ആണ്. സ്ക്രാപ്പ് ബുക്കിന് സ്റ്റിക്കേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പേപ്പർ പാക്സ് ഒക്കെ മേടിക്കില്ല, അതിൽ തന്നെ ഉണ്ടാവും ഡൈ കട്ട്സ് ഒക്കെ. അത് കൂടാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എഫെമറാസ് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഇറ്റ്സി ബിറ്റ്സി സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ ഡ്രസ് മൈ ക്രാഫ്റ്റിലുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറേ സെല്ലേഴ്സ് ഉണ്ടല്ലോ ക്രാഫ്റ്റിൻ്റെ, അവരുടെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദാറ്റ് വൺ സ്കിൽ അതർ ദാൻ യുവർ എബിലിറ്റി ടു ക്രാഫ്റ്റ് ആൻഡ് പെർസീവറൻസ് ദാറ്റ് മേക്സ് യു ഡു ഇറ്റ് സോ വെൽ? ഇത് ചോദിച്ചത് ലേഖ അനിലാണ്. എബിലിറ്റി ടു ക്രാഫ്റ്റ് അല്ലാണ്ട് പിന്നെയുള്ള എനിക്കൊരു ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും കൂടി പേഷ്യൻ്റ് ആണ്. വെൻ ഇറ്റ് കംസ് ടു ക്രാഫ്റ്റിംഗ് ഞാൻ അത്യാവശ്യം പേഷ്യൻ്റ് ആണ്. പിന്നെ അതേപോലെ ഹാർഡ് വർക്കിംഗ് ആണ്. ഇതെല്ലാം സ്കില്ലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് വൺ, അബൌട്ട് ഹാപ്പി മെയിൽ. ഇത് ചോദിച്ചത് ആതിര രുദ്രനാണ്. ഹാപ്പി മെയിലിനെ പറ്റിയിട്ട് പറയുകയെങ്കിൽ, നമ്മൾ അറിയുന്ന ഒരു ക്രാഫ്റ്റർ അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി, സ്ട്രേഞ്ചറാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ജസ്റ്റ് ഒരു പരിചയമുള്ളൂ, അവരായിട്ട് നമ്മൾ ഒരു എക്സ്ചേഞ്ച് ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം ഇങ്ങോട്ട് അയച്ചു തരിക. അങ്ങനത്തെ ഒരു സംഭവമാണ് ഹാപ്പി മെയിൽ. എനിക്ക് തോന്നുന്നു ഹാപ്പി മെയിൽ ഈ പെൻപാലിൽ നിന്നാണ് വന്നതെന്ന്. പെൻപാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഈ ലെറ്റേഴ്സ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യില്ല, അതാണ് പെൻപാൽ. അപ്പോൾ അവരെ കൾച്ചറും ട്രഡീഷനും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അവരാ കത്തിൽ എന്തൊക്കെ എഴുതുന്നത് അതിലൂടെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മളും ഒരു കത്ത് അവർക്ക് എഴുതി കൊടുക്കുക, അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ നമുക്ക് എന്താ ഷെയർ ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അതാണ് ഈ പെൻപാൽ സംഭവം. ഹാപ്പി മെയിലും ഏകദേശം അതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ലെറ്ററിൻ്റെ ഒപ്പം തന്നെ കുറേ ഗിഫ്റ്റും ഹാൻഡ് മെയ്ഡ് ആയതും റെഡിമെയ്ഡ് ആയാലും നമ്മളെല്ലാം എക്സ്ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഹാപ്പി മെയിലിൽ ഒന്നെങ്കിൽ നമുക്കൊരു ടേംസും കണ്ടീഷൻസും ഒന്നും ഇല്ലാണ്ട് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ടാവും, നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്ന ആളുകളടുത്ത് പറയാം, ഇത് 5 ഐറ്റം ഇത് വെക്കാം, അതായത് ഹാൻഡ് മെയ്ഡ് ഒരു ആൽബം പോലെ ആക്കാം ഒരെണ്ണം, അല്ലെങ്കിൽ ഒരെണ്ണം ബോക്സ് ആക്കാം.
അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് മനസ്സിലായത് മെയിനായിട്ട്. മെയിൻ സംഭവം ലെറ്ററാണ്. ആ ഒരാളെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക, അതാണ് മെയിനായിട്ട്. പിന്നെ അതേപോലെ ആ ഒരു വേയിലൂടെ നമുക്ക് അവരവിടെ ഉള്ള പേപ്പർ പാക്സും അല്ലെങ്കിൽ എന്ത് ക്രാഫ്റ്റ് റിലേറ്റഡ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് കുറേ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് എന്താ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതേപോലെ നമുക്ക് ഇവിടെ ഉള്ളതും നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിരിക്കാം, എന്തും ആയിരിക്കാം, അത് അവിടേക്ക് അയക്കുമ്പോഴും അവർക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അങ്ങനെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് മേക്കിംഗ് ക്രാഫ്റ്റ്സ്? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ആർട്ട് ഓഫ് യൂസിങ് ദ റൈറ്റ് പ്ലേസ് കൺസിഡറിങ് ദ തീം ആൻഡ് കളർ? ഇതെനിക്ക് മനസ്സിലായില്ല ആക്ച്വലി. എനിക്ക് തോന്നുന്ന കുട്ടി ഉദ്ദേശിച്ചത് തീം ആൻഡ് കളറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ആൽബം ഉണ്ടാക്കുമ്പോഴായാലും എക്സ്പ്ലോഷൻ ബോക്സ് എന്താണെങ്കിലും. ഇത് ചോദിച്ചത് ക്രാഫ്റ്റ് ടെയിൽസ് ബൈ ഹേസലാണ്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ്. നമ്മൾ ഇന്നൊരു കളർ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഇന്നൊരു തീമാണെങ്കിലും, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ റെഡ് കളർ എടുക്കാച്ചെങ്കിൽ റെഡിന് മെയിനായിട്ട് മാച്ച് ആയിട്ടുള്ളത് റെഡ് ആൻഡ് വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക്, അല്ലെങ്കിൽ റെഡ് ആൻഡ് ബ്ലൂ പിന്നെയും കുഴപ്പമില്ല, റെഡ് ആൻഡ് റോസ്, അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് ആണല്ലോ. ആ ഷെയ്ഡ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവുമ്പോൾ ചിലതൊക്കെ മാച്ചിങ് ആയിരിക്കും, പക്ഷേ ചില കളേഴ്സ് എനിക്ക് മാച്ചിങ് അല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ഞാൻ പൊതുവെ കളർ സ്കീമൊക്കെ നല്ലോണം നോക്കിയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. അത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏതൊരു ഫോട്ടോ അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റ് നോക്കാച്ചെങ്കിലും കളർ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ക്യാൻ യു ഷെയർ യുവർ ഡയറി സോ ക്യൂട്ട് ടു സീ? ഇത് ചോദിച്ചത് അഞ്ജന ശ്രീനിവാസനാണ്. ഏത് ഡയറി എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ ബുക്സ് ഉണ്ട് ഇതേപോലെ. അത് ഏത് ഡയറിയാണ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെയ്ഡ് പ്രൊമോഷൻസ് DT എല്ലാം പെയ്ഡ് ആണോ? ആ ഡീറ്റെയിൽസ് പറയൂ. ഇത് ചോദിച്ചത് ആർട്ട് ആൻഡ് ഇങ്ക് ആണ്. പ്രൊമോഷൻസ് നമുക്ക് പെയ്ഡ് ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഈ ബാർട്ടർ കൊളാബ് പോലെ ഉണ്ട്. അതായത് അവർ പ്രൊഡക്റ്റ് നമുക്ക് അയക്കും, അതിന് റിവ്യൂ നമ്മൾ ചെയ്യാം. അങ്ങനെയും ഒരു പ്രൊമോഷൻ 2 കാറ്റഗറീസ് ഉണ്ട്. പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്തായാലും പെയ്ഡ് പ്രൊമോഷൻ തന്നെയാണ്. അതും ചിലപ്പോൾ പ്രൊഡക്റ്റ് അവർ അയക്കും, അത് നമുക്ക് പേയ്മെൻറ്റും കിട്ടുകയും ചെയ്യും. രണ്ടാമത്തത് DT എല്ലാം പെയ്ഡ് ആണോ? DT എന്ന് പറഞ്ഞാൽ ഡിസൈൻ ടീം. DT പെയ്ഡ് ആണോ എന്ന് ചോദിക്കുകയെങ്കിൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഞാൻ ചെയ്ത DTs ഒന്നും പെയ്ഡ് ആയിരുന്നില്ല. അവർ പ്രൊഡക്റ്റ് അയക്കും, എന്നിട്ട് അത് വെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും, അങ്ങനെയായിരുന്നു. പിന്നെ DTനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇംഗ്ലീഷിലും ഇട്ടിട്ടുണ്ട്, മലയാളത്തിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ഇൻസ്പിരേഷൻ? ഇത് ചോദിച്ചത് നിരഞ്ജന 479 ആണ്. എൻ്റെ ഇൻസ്പിരേഷൻ എന്ന് പറയുകയെങ്കിൽ കുറേ പേരുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ക്രാഫ്റ്റ് തുടങ്ങിയപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അനുകൃതി, ലാവണ്യ ഹാൻഡ്മേഡ്സിൽ അനുകൃതി, പിന്നെ റോഷ്നി കാറ്റ്സ് ആൻഡ് ബോക്സിൽ, പിന്നെ റൂപ്പൽ ക്രാഫ്റ്റ് മേനിയാക്സ്, അങ്ങനെ കുറേ പേരുണ്ട്. ഓരോരുത്തരുടെ പേര് ഞാൻ ഇപ്പോൾ എടുത്ത് പറയില്ല. പക്ഷേ ഇവർ മൂന്നൊക്കെയാണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ഇൻസ്പിരേഷൻ. ഇപ്പോൾ 3 പേര് മാത്രമല്ല, ഇപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും പിൻട്രസ്റ്റ്, യൂട്യൂബ്, അങ്ങനെ എല്ലായിടത്തുനിന്നും ഇൻസ്പിരേഷൻ കിട്ടും. അങ്ങനെ ഒരാളെ എന്ന് പറയാൻ പറ്റില്ല. അടുത്തത്, ഈ പേജ് ഇവാൻസിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് എങ്ങനെ ഇന്ത്യയിലേക്ക് ഡെലിവറി കിട്ടുന്നത്? ഇത് ചോദിച്ചത് ദ മാജിക്കൽ ഓവാണ്. പേജ് ഇവാൻസിൻ്റെ ഒക്കെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അമേരിക്കൻ ക്രാഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. പേയ്മെൻ്റ് ഒക്കെ അതിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഷിപ്പിങ്ങിന് ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്ന ഈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഒക്കെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ തോട്ട് യു കുഡ് ഹാവ് ഡൺ സം ക്രിയേറ്റീവ് കോഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് UG or PG that you opted? Sorry, I'm not questioning your life choices. These are the regrets I have in my life and people guilt trip. എനിക്ക് മനസ്സിലായി, ലാസ്റ്റ് ലൈൻ മനസ്സിലായില്ല. ഓക്കെ, വേറെ കോഴ്സുകൾ എടുക്കുക അങ്ങനെ ഞാൻ എൻ്റെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ +2 പഠിച്ചിട്ടുണ്ടായിരുന്നത് ബയോ ഫാഷനാണ്. അപ്പോൾ ഫാഷൻ സ്റ്റഡീസ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് ക്യാൻസലായി. ഞാൻ ഒരു ഇയർ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. പിന്നെ പി ജി പഠിക്കുന്ന ടൈമിൽ എനിക്ക് അറിയായിരുന്നു ഇത് ഞാൻ വെറുതെ പഠിക്കുക, ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല ലിറ്ററേച്ചർ എന്നുള്ളത്. പക്ഷേ ഈ ക്രാഫ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഓപ്റ്റ് ചെയ്യാനും പോയില്ല. എനിക്ക് മെയിനായിട്ട് ആ ടൈം മുതലേ ക്രാഫ്റ്റ് മതി എന്നൊരു തന്നെയായിരുന്നു. അങ്ങനെ ആ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. ഡു പീപ്പിൾ പ്രഷറൈസ് യു ടു ഗോ ഫോർ എ റിയൽ ജോബ് അക്കോർഡിംഗ് ടു ദം റിലേറ്റഡ് ടു യുവർ UG ആൻഡ് PG? ഇത് ചോദിച്ചത് ബ്ലോസം ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ. എൻ്റെ അടുത്ത് ബാക്കി ആരും ഇതുവരെ പ്രഷറൈസ് ചെയ്തിട്ടില്ല. എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടാവും. അത് പക്ഷെ അത് പ്രഷറൈസ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് ചുമ്മാ സാധാ പോലെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് മാസം മുന്നേ എൻ്റെ ഒരു റിലേറ്റീവ്, ഞങ്ങൾ കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആൾ പറഞ്ഞതാണ്, നീ ചെയ്യുന്ന ഒരു ജോലി ബാക്കിയുള്ളവരോട് പറയാൻ പറ്റിയതല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് വല്ലാണ്ട് എന്താ പറയുക, എനിക്ക് ദേഷ്യം വന്നു, വിഷമം എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സഡ് ഇമോഷനായിരുന്നു. കാരണം ഞാനിപ്പോൾ എന്തോ ഒരു പൊട്ട കാര്യം ചെയ്യണ പോലെയാണ് ആൾ പറഞ്ഞത്. അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലാണ്ട് വേറെ അങ്ങനെ ആരും പ്രഷറൈസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ് ചേച്ചി, എങ്ങനെയാണ് ഒരു ഓർഡർ വന്നാൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാറ്? എന്തൊക്കെ നമ്മൾ കെയർ ചെയ്യണം? ഇത് ചോദിച്ചത് അഫ്ലൂസ് വേൾഡ് ആണ്. ഓക്കെ, ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു ആൽബത്തിൻ്റെ ഓർഡർ വന്നെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്കൊരു ബുക്ക് ഉണ്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കും. ഇപ്പോൾ അവർ ആനിവേഴ്സറിക്ക് ഉള്ളതാണോ ബർത്ത്ഡേക്ക് ഉള്ളതാണോ എന്നൊക്കെ എഴുതി വെക്കും. അവർക്ക് എന്ത് കളർ തീമാണ് വേണ്ടത്, പിന്നെ എത്ര പേജിൻ്റെ സ്ക്രാപ്പ് ബുക്കാണ് അവർ വേണ്ടത്, ബഡ്ജറ്റ് എത്രയാണ്, അതൊക്കെ എഴുതി വെക്കും. എന്നിട്ട് പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പേപ്പറിൽ എന്തൊക്കെ ഡിസൈൻസ് ഞാൻ ആഡ് ചെയ്യണം. ചിലപ്പോൾ ഒരു സർക്കിൾ എൻവലപ്പ് ആവും, അല്ലെങ്കിൽ സിമ്പിൾ എൻവലപ്പ് ആവും. അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. ചിലപ്പോൾ ചില കേസസിൽ ഞാൻ മെഷർമെൻറ്റൊക്കെ നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. മെഷർമെൻറ്റ് ഒട്ടുമിക്കലേക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, കാരണം ഡയറക്റ്റ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അത് ചെയ്യാറുള്ളൂ. അതാണ് മെയിനായിട്ട് പ്ലാനിങ്. പിന്നെ എന്തൊക്കെ നമ്മൾ കെയർ ചെയ്യുന്നത് അങ്ങനെയില്ല. ക്ലയൻറ്റ് എന്തൊക്കെയാണോ പറഞ്ഞത് അത് മെയിനായിട്ട് നോട്ട് ചെയ്തിട്ട് അത് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും അത് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് വൺ. ഹൗ ഡു യു ക്ലീൻ മെസ് ആഫ്റ്റർ ക്രാഫ്റ്റിംഗ്? ഡു യു ഡ്രോ മണ്ടാലാസ്? ഹൗ ടു ബാലൻസ് സ്റ്റഡീസ് ആൻഡ് ക്രാഫ്റ്റിംഗ്? ഇത് ചോദിച്ചത് അഗെയിൻ എൻജോയ് ക്രിയേഷൻസ് ആണ്. മെസ്സ് ഞാൻ ഒരുവിധം ക്രാഫ്റ്റ് ആ ദിവസത്തെ ഒരു ക്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ക്ലീൻ ചെയ്യണം. ഒരു 95% ഓഫ് ദ ടൈം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഈ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന ദിവസമാണെങ്കിൽ മാത്രം പിറ്റേ ദിവസം ക്ലീൻ ചെയ്യാറുള്ളൂ. എനിക്ക് എപ്പോഴും ക്ലീൻ ചെയ്തിട്ടാണ് പുതിയൊരു ക്രാഫ്റ്റ് ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ താല്പര്യമുള്ളൂ. അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഒരു ഫ്രഷ് മൈൻഡ് ഉണ്ടാവുമല്ലോ നമുക്ക്. നെക്സ്റ്റ് വൺ. മണ്ടാലാസ് വരയ്ക്കാറുണ്ടോ? ഉണ്ട്, വല്ലപ്പോഴൊക്കെയാണ് വരയ്ക്കാറുള്ളത്. ഇതിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ടു ബാലൻസ് സ്റ്റഡീസ് ആൻഡ് ക്രാഫ്റ്റിംഗ്? എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ സമയം കണ്ടെത്തും അല്ലേ. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ക്രാഫ്റ്റിംഗ് ഒപ്പം കൊണ്ട് നടക്കണ്ടായിരുന്നു. ഇപ്പോൾ ഡിഗ്രി ഏകദേശം ലാസ്റ്റ് മുതലാണ് ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം മുതൽ പഠിപ്പും ക്രാഫ്റ്റിങ്ങും ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു. ഈവൻ എനിക്കധികം ഇങ്ങനെ ഡെയിലി പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് ഞാൻ ഡെയിലി അങ്ങനെ ബുക്ക് വായിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും കോളേജിലേക്കൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റ്സ് എല്ലാം അതൊക്കെ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ ഇൻ കേസ് എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ വർക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആ ടൈമിലിരുന്നിട്ട് ക്രാഫ്റ്റിംഗ് ലഞ്ച് ബ്രേക്സും അല്ലെങ്കിൽ ഷോർട്ട് ബ്രേക്സ് ഒക്കെ ഉണ്ടാവുക വെച്ചെങ്കിൽ അപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ എന്നല്ല, കുറേ വട്ടമൊക്കെ ഞാൻ ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ആ ഒരു ടൈം ലാഗൊക്കെ വന്ന കാരണം അങ്ങനെയൊക്കെ ലേറ്റായിട്ട് ക്ലാസ്സിലേക്കൊക്കെ എത്താറുണ്ട്. അങ്ങനെ പക്ഷെ നിങ്ങളങ്ങനെ ചെയ്തിട്ടാ, നിങ്ങളൊക്കെ എല്ലാം പക്കയുടെ ടൈമിന് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കോളേജിലേക്ക് ടൈമിന് പോയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഓർ ഹൂ വാസ് എ ഇൻസ്പിറേഷൻ ഫോർ ഡൂയിങ് ക്രാഫ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഇത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പണ്ട് തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ക്രാഫ്റ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, കാർഡ്സൊക്കെ ഉണ്ടാക്കുന്നത്. അന്ന് ഇതേപോലത്തെ ക്രാഫ്റ്റുകളൊന്നും അല്ല, ചുമ്മാ ഇതേപോലത്തെ ഒരു ബുക്കിൽ നിന്ന് പേപ്പർ കീറും, ഇത് മടക്കിയിട്ട് സ്കെച്ച് പെന്നോട് കളർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഈ ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാറ്റേൺ പേപ്പേഴ്സും അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് ചോദിച്ചത് മേരി കൊച്ച്. നെക്സ്റ്റ് വൺ. ചേച്ചി ഇപ്പം അധികം ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ലാത്തത് എന്താ? ഇത് ഞാൻ 2 മാസം മുന്നിട്ട് സ്റ്റോറി ആയിരുന്നല്ലോ. ആ ടൈമിൽ ഞാൻ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ. അന്ന് ഇങ്ങനെ മടിയെന്നല്ല, എന്താ പറയുക, ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജിയും ആ ഒരു താല്പര്യമില്ല, എന്തോ ആ ഒരു ഭയങ്കര എനർജി കുറഞ്ഞൊരു ടൈമായിരുന്നു. അത് കാരണമായിരുന്നു ആ ടൈമിൽ ആക്റ്റീവ് അല്ലായിരുന്നത്. ഇപ്പം ഞാൻ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അത് ചോദിച്ചത് ക്രാഫ്റ്റോ ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ. വേർ ഡു യു ബൈ മോസ്റ്റ് ഓഫ് യുവർ മെറ്റീരിയൽസ്? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സിസ്റ്റേഴ്സ് ഇൻ ടൗൺ ആണ്. ഐ ലവ് യു. യു ഇൻസ്പയർഡ് മീ എ ലോട്ട്. ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ലവ് ആൻഡ് ഇൻസ്പിറേഷൻ. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ലൈക്ക് നമ്മൾ ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആവുക എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ലവ് ആൻഡ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അവരൊക്കെ ആയിരുന്നു ഇൻസ്പിറേഷനായിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ആദ്യം ഈ ക്രാഫ്റ്റ് തുടങ്ങിയത് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, അതിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ.
വാട്ട് വാസ് എ ട്രൈപോഡ് ദാറ്റ് യു ഫസ്റ്റ് ബോട്ട്? അത് ചോദിച്ചത് അരു ക്രാഫ്റ്റ്സ് ആണ്. സത്യം പറയാച്ചാൽ എനിക്ക് ഓർമ്മയില്ല, ബ്രാൻഡിൻ്റെ പേര് ഓർമ്മയില്ല. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ. ഞാൻ ആകെ ഇപ്പോൾ കറൻ്റ്ലി സെക്കൻഡ് ട്രൈപോഡാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 2 ട്രൈപോഡ്സാണ് എൻ്റെ കയ്യിൽ ഇതുവരെ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളൂ. പിന്നെ ഒരെണ്ണം ടേബിളിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡും ഉണ്ട്, അത് ട്രൈപോഡല്ലല്ലോ. വാട്ട് ടിപ്സ് വുഡ് യു ഗിവ് ഫോർ എനി വൺ സ്റ്റാർട്ടിങ് ഔട്ട് വിത്ത് മിനി ആൽബംസ്? അത് ചോദിച്ചത് ഹാൻഡ് മെയ്ഡ് എംജോ ആണ്. മിനി ആൽബം അതിന് ടിപ്സ് എന്ന് പറയുകയെങ്കിൽ നല്ല സ്ട്രെങ്ത്തുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഡ്യൂറബിൾ ആയിട്ടുള്ള ചിപ്പ് ബോർഡ്സ് യൂസ് ചെയ്യുക, നല്ല ഗുഡ് GSMൻ്റെ. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ ഈ ചിപ്പ് ബോർഡ്സിൻ്റെ ബേസ് ആദ്യം നമ്മൾ ചിപ്പ് ബോർഡൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഈ പാറ്റേൺ പേപ്പർ വെച്ച് കവർ ചെയ്യുമല്ലോ, ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽസ് മാക്സിമം ഒഴിവാക്കുക ചെയ്യാറ്. പെൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്ക് ഉണ്ടാവുമല്ലോ, അതെനിക്കിഷ്ടമില്ല. അപ്പോൾ അതിന് പകരം ഞാൻ സ്കോറിങ് ടൂളാണ് കേട്ടോ യൂസ് ചെയ്യാറ്. മറ്റേ സ്കോറിങ് അല്ലെങ്കിൽ ഡോട്ടിങ് ടൂളില്ല അത്. പിന്നെന്താ, പിന്നെ എനിക്ക് മെയിനായിട്ട് ഹിഡൻ ഹിഞ്ച് മെത്തേഡാണ് ഇഷ്ടം. ഹിഡൻ ഹിഞ്ച് മെത്തേഡ് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിക്കവാറും ആ മെത്തേഡ് തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അത്രയും ഉള്ളൂ മിനി ആൽബം ഒരു ടിപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു സ്കോർ കറക്റ്റ്ലി ഫോർ സ്ക്രാപ്പ് ബുക്ക്? ഇറ്റ് ഗെറ്റ്സ് മിസ്മാച്ച്ഡ് അറ്റ് ടൈംസ് സ്റ്റേജ്. ഇത് ചോദിച്ചത് സ്ലീപ്പഹോളിക് ആണ്. ഞാൻ ചിരിക്കാൻ കാരണം എനിക്കും ഇടയ്ക്ക് സ്കോർ ചെയ്യുമ്പോൾ ഇതേപോലെ മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് സ്വാഭാവികം ആണ്, എല്ലാവർക്കും ഇതുപോലെ മിസ്റ്റേക്സ് ഒക്കെ വരുമല്ലോ. എങ്ങനെ കറക്റ്റായിട്ട് സ്കോർ ചെയ്യാൻ ചോദിക്കുക വെച്ചെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുക. എന്താ പറയുക, ഇപ്പം മോൾ ഭാഗത്ത് എടുക്കുന്ന മെഷർമെൻറ്റ് സെയിം തന്നെ അതേപോലെ അടിയിലേക്ക് എടുക്കുക. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വരുമല്ലോ. എനിക്കതിൽ എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഗെറ്റ് ഐഡിയാസ്. നവമി എസ് ക്രിയേഷനാണ് ചോദിച്ചത്. ഐഡിയാസ് എനിക്ക് പല ഭാഗത്തുനിന്നും കിട്ടാറുണ്ട്. പിൻട്രസ്റ്റ് ആവാം, ഇൻസ്റ്റാഗ്രാം ആവാം. ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഐഡിയാസ് ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്നായിരിക്കും ഐഡിയ വരും. അപ്പോൾ ഞാൻ ഫോണിൽ നോട്ട് പാഡിലെല്ലാം സേവ് ചെയ്ത് വെക്കും ഇന്ന ഐഡിയ. ഇപ്പോൾ നെക്സ്റ്റ് വൺ, ഹൗ ടു ഡീൽ എ കസ്റ്റമർ. ഇത് ചോദിച്ചത് ക്രാഫ്റ്റ് സോണാണ്. ഹൗ ടു ഡീൽ എ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മിക്ക മെസ്സേജും വരുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പ്രോഡക്റ്റ് കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുമ്പോൾ നല്ല രീതിക്ക് അവരായിട്ട് സംസാരിക്കുക, അതായത് ഹലോ, പിന്നെ അവർക്ക് എന്താണോ ആവശ്യമുള്ളതെന്നൊക്കെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് വേണ്ടത്, അവരുടെ ഡീറ്റെയിൽസ്. ഒരു ആൽബം ആണെങ്കിൽ ആ ആൽബത്തിന് എങ്ങനെ വേണം, ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ എല്ലാം ഡീൽ ചെയ്യാം. എന്തൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ആദ്യം ചോദിച്ചറിയാം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പതുക്കെ എല്ലാം ഡീൽ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുക. അങ്ങനെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറയാം. ഇത്രയുള്ള മെയിനായിട്ട് കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത്. ചിലത് അതുപോലെ ആൽബം കുറേ മോഡൽസൊക്കെ അയച്ചു തരാൻ പറയും. അപ്പോൾ നിങ്ങൾക്കൊരു കാറ്റലോഗ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ കയ്യിൽ കാറ്റലോഗ് ഇല്ല കേട്ടോ, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വല്ല ഇമേജസോ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇന്ന റേറ്റിന് ഈ ആൽബമാണ് വരിക, പക്ഷേ ഈ ആൽബം സെയിം പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ഹൗ യു കീപ് യുവർ വർക്ക് സ്പേസ് സോ ക്ലീൻ ആൻഡ് ടിപ്സ് ടു ഓർഗനൈസേഷൻ പ്ലീസ്. ചോദിച്ചത് ശിവാനി ഹാൻഡ് മെയ്ഡ് ആണ്. എൻ്റെ ക്രാഫ്റ്റ് സ്പേസ് എപ്പോഴും ക്ലീൻ എന്ന് പറഞ്ഞത് അല്ല, ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് മെസ്സി തന്നെയായിരിക്കും. പക്ഷെ അല്ലാത്ത ടൈമൊക്കെ ഞാൻ ക്ലീൻ ആയിട്ട് വെക്കാൻ നോക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഓരോ വർക്ക് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ടിപ്സ് എന്ന് പറയാച്ചെങ്കിൽ, സത്യം പറയാച്ചെങ്കിൽ ആദ്യം ക്രാഫ്റ്റ് തുടങ്ങിയ ടൈമിൽ എൻ്റെ അടുത്ത് ആകെ ഒരു പഴയ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ മുന്നേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ എൻ്റെ അടുത്ത് ഒരു ഷെൽഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഡൈനിങ് ടേബിളിൽ കുറച്ച് ചെയേഴ്സ് ഉണ്ടായിരുന്നു. ആ ചെയേഴ്സും വേണം ഞാൻ ഈ പേപ്പേഴ്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ ഷെൽഫുകളൊക്കെ മേടിച്ചു. പിന്നെ ഈ ഐക്കയുടെ ട്രോളില്ല അത് മേടിച്ചു. പിന്നെ വൈറ്റ് ഷെൽഫൊക്കെ മേടിച്ചതിന് ശേഷം ഒന്നും കൂടെ എല്ലാം പക്കയായിട്ട് ഓർഗനൈസ്ഡ് ആയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തേട്ടും കമ്പാരിറ്റീവ്ലി ഇപ്പം മെസ്സ് കുറവാണ്. കാരണം നമുക്ക് സ്റ്റോറേജിനുള്ള ഈ ഷെൽഫുകളൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് കൂടുമ്പോൾ ഈ മെസ്സ് അധികം അത്രയ്ക്കും കുറഞ്ഞു വരും. അടുത്തത്, പ്രൈസ് പറഞ്ഞു തരൂ പ്രൊഡക്ട്സിൻ്റെ ഒരു ബേസിക് റേറ്റ്. ഷാഫ് കാർട്ടാണ് ചോദിച്ചത്. പ്രൈസ് പറഞ്ഞിരുന്നു ചോദിക്കുകയെങ്കിൽ എനിക്കിപ്പോഴും എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും പോണ കാര്യം പ്രൈസ്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റിലാണ്. ഇപ്പോൾ ഇതൊരു ആൽബം, ഈ ഒരു ആൽബം ഉണ്ടാക്കി കഴിഞ്ഞാൽ
അപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഇതിന് എത്ര റേറ്റ് ഇടണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഞാനായാലും പറയാറുണ്ട്, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പൈസ, അതായത് പ്രൊഡക്റ്റ് അല്ല മെറ്റീരിയൽസിൻ്റെ പൈസ പ്ലസ് നമ്മൾ എടുക്കുന്ന ആ ടൈം, നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്ക്, ഷിപ്പിംഗ് ചാർജസ്, ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിനൊരു പ്രൈസ് ഇടുക. പക്ഷെ ഞാൻ കൂടുതൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണത് അതനുസരിച്ച് ഞാനായിട്ട് പ്രൈസ് ഇടാറ്. കാരണം മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നല്ലോണം ഉണ്ടാവും, പക്ഷെ അതിലും കൂടുതലാവും നമ്മൾ എഫേർട്ട് ഇടുന്നതിനുള്ള ഒരു എമൗണ്ട്. അങ്ങനെ അപ്പോൾ ഒരു മിനി ആൽബം ഉണ്ടാക്കുക വെച്ചെങ്കിൽ അതിന് നമ്മൾ എത്രയായാലും ഒരു മിനി ആൽബം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വലിയ ആൽബം ഉണ്ടാക്കാൻ അത്ര ഹാർഡ് വർക്ക് ഉണ്ടാവില്ല, കുറച്ചുണ്ടാവുള്ളൂ. ചില മിനി ആൽബത്തിന് ഉണ്ടായിരിക്കും നമ്മൾ അത്രത്തോളം ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ, പക്ഷെ ചിലതിന് ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് അതിനുള്ള റേറ്റ് ഇടുക. ഇപ്പോൾ അറൗണ്ട് മേ ബി 500 നല്ല സിമ്പിൾ ആൽബം ആണെങ്കിൽ. അങ്ങനെ ഈ റേറ്റ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ചെയ്യുന്ന വർക്കിന് എത്രത്തോളം നീറ്റ്നെസ് ഉണ്ടോ അതനുസരിച്ച്. അടുത്തത് ഹൗ ടു ഗെറ്റ് ക്വാളിറ്റി സ്റ്റിക്കർ എലമെൻറ്റ്സ് ഫ്രം പിൻട്രസ്റ്റ് ഫോർ പ്രിൻറ്റിങ്. ഇതെനിക്ക് ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇത് ചോദിച്ചത് ആർട്ടി സ്കെയിൽസ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് പറയാം. ഞാൻ സ്മോൾ ബിസിനസ് ആയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം എനിക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ആ മിസ്റ്റേക്സ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ പറയാം. നമ്മൾ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ സത്യം പറയാച്ചെങ്കിൽ അത് തെറ്റാണ്. ഞാനും ഒരു ബിഗിനർ എന്ന ലെവലിൽ ആദ്യമൊക്കെ ഇങ്ങനെ കുറേ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഫ്രീ അല്ല. നമ്മളൊരു ഇമേജ് കാണുമ്പോൾ അതുമൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് വേറൊരു വെബ്സൈറ്റിലേക്കാണ് കൊണ്ടുപോകുക. ആ വെബ്സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും ചില ഇമേജസിന് ചിലപ്പോൾ അത് പെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് അവരവരെ ബ്ലോഗ് പോലില്ല അതായിരിക്കാം. അപ്പോൾ അതൊക്കെ ആദ്യം നോട്ട് ചെയ്യുക. അത് ഫ്രീ ടെംപ്ലേറ്റ് ആണോ, ഫ്രീ ആയിട്ടുള്ള സ്റ്റിക്കർ ആണോ എന്നൊക്കെ നോക്കുക. ഫ്രീ ആണെങ്കിൽ കൂടി അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ആദ്യം നോക്കി വെക്കുക. എന്നിട്ടാണ് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ചിലത് ഫ്രീ ആണെങ്കിൽ കൂടി നമുക്ക് പേഴ്സണൽ യൂസിനെ പറ്റുണ്ടാവുള്ളൂ. ചിലത് ചിലപ്പോൾ ഫ്രീ ആയിരിക്കില്ല, പെയ്ഡ് ആയിരിക്കും. പെയ്ഡ് അച്ചെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് ഇതേപോലെ അവർ പറഞ്ഞ പോലെ അത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഹൗ യു ഓൾവേസ് സൂപ്പർ കൂൾ മാൻ, ശ്രീ ഹാൻഡ്മെയ്ഡ്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും സൂപ്പർ കൂളെന്നല്ല. എനിക്ക് നല്ല ദേഷ്യം വരുന്ന ടൈമുകളുണ്ട്, ഭയങ്കരമായിട്ട് കരച്ചിലും ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ടൈമുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതെല്ലാവരും അങ്ങനെയല്ല, എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ മെയിനായിട്ട് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അത് ഒട്ടുമിക്ക ടൈമും ചിരി ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ അത് കാരണമായിരിക്കും സൂപ്പർ കൂളാന്ന് തോന്നിക്കണത്. നെക്സ്റ്റ് വൺ, ബെസ്റ്റ് ക്രാഫ്റ്റ് സപ്ലൈ സ്പേസ്. ഇത് ഞാൻ പറഞ്ഞു. ഹൗ ടു കീപ് ഓൾ ദ പ്ലേസ് ക്ലീൻ, ഫീലിംഗ് ഇറ്റ് ടു ബി ദ ടഫസ്റ്റ് ജോബ്. ഇതും ഞാൻ പറഞ്ഞു. എനിക്കിഷ്ടമുള്ളത് പ്ലേസ് ക്ലീൻ ആയിട്ട് ഇരിക്കാനാണ്. അപ്പം അത് കാരണം തന്നെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കാറുണ്ട്. അതിലങ്ങനെ ടിപ്സും എങ്ങനെ ചെയ്യുക അങ്ങനെ എനിക്ക് പറഞ്ഞത് അറിയില്ല. മെയിനായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ക്ലീനിങ്ങിനോട് ഇഷ്ടമാണ്, നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി അത് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ മേടിക്കുക, കണ്ടെയ്നേഴ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ മേടിച്ച് തന്നെ നമ്മൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഓർഗനൈസേഴ്സ് ഒന്നും എഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള DIY രീതികളൊക്കെ ചെയ്തിട്ട് ഓർഗനൈസേഴ്സ് ഉണ്ടാക്കാം. നമ്മൾ ഈ കണ്ടിട്ടില്ലേ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് അതുകൊണ്ടൊക്കെ ഓർഗനൈസേഴ്സ് ഉണ്ടാക്കുന്നത്, അങ്ങനെയും ചെയ്യാൻ പറ്റും. എനിക്കറിയുന്നൊരു ക്രാഫ്റ്റർ ഉണ്ട്. ആ ചേച്ചി ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ കാര്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് വെച്ചെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ സക്സസ് ജേർണി. ഇത് ചോദിച്ചത് ഹൂപ്പാർട്ടാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ജേർണീനെ പറ്റി പറയുമ്പോൾ പറയാം കേട്ടോ. കാരണം സക്സസ് ജേർണി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 4 കൊല്ലത്തിൻ്റെ ക്രാഫ്റ്റ് ജേർണി തന്നെയാണ് എൻ്റെ സക്സസ് ജേർണി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാം. ഇത് തന്നെ എനിക്ക് തോന്നുന്നു 45 മിനിറ്റ് ആവുന്ന ഈ വീഡിയോ. പിന്നെ നെക്സ്റ്റ്, ഏത് ഫോൺ ആണ് യൂസ് ചെയ്യുന്നത്, എഡിറ്റിംഗ് ആപ്പ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഓൾ ഡീറ്റെയിൽസ് അബൌട്ട് ഫ്യൂസ് ടൂൾ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ചോദിച്ചത് യെസ് ക്രിയേഷൻ ഞാൻ തോന്നുന്നു. ഫ്യൂസ് ടൂൾ. ഓക്കെ, ഫ്യൂസ് ടൂളിനെ പറ്റി പറയാ വെച്ചെങ്കിൽ ഞാൻ ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ മാർച്ച് ഒരു സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേറെ എവിടുന്നോ വരുന്നുണ്ടായിരുന്നത്, ഇന്ത്യയിൽ നിന്നെല്ലാം തോന്നുന്നു. അപ്പോൾ അത് തന്നെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോക്ക്ഡൗൺ വന്നു, ഭയങ്കര ഡിലേ ആയി. പിന്നെ നമുക്ക് ലോക്ക്ഡൗൺ അത്യാവശ്യം കുറച്ച് നാളുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ആ ഓർഡർ ക്യാൻസലാക്കി. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ കുറേ ക്രാഫ്റ്റേഴ്സ് ഈ ഫ്യൂസ് ടൂൾ തന്നെയായിരുന്നു. അവർ നല്ല പ്രൊജക്ട്സ് നല്ല ഭംഗിയിലൊക്കെ കാണുമ്പോൾ മേടിക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അവസാനം ഡിസൈഡ് ചെയ്തു ഫ്യൂസ് ടൂൾ ഞാൻ മേടിക്കുന്നില്ല. ഏകദേശം വീണ്ടും ഓർഡർ ചെയ്യാൻ പോയതായിരുന്നു. കാരണം നമ്മൾ ഡ്രസ് മൈ ക്രാഫ്റ്റിലൊക്കെ ഫ്യൂസ് ടൂൾ പിന്നെ വന്നല്ലോ.
പക്ഷേ ഞാൻ അപ്പോഴേക്കും കൺഫേം ആക്കി എന്തെങ്കിലും ഞാൻ ഫ്യൂസ് ടൂൾ മേടിക്കണില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ ആ മെഷീൻ തന്നെ ഉണ്ടല്ലോ, ടൈലറിങ് മെഷീൻ, അപ്പോൾ അതന്നെ യൂസ് ആക്കാമെന്ന് കരുതി. കാരണം എനിക്ക് പ്രത്യേകിച്ച് വേറെ അങ്ങനെ യൂസ് ഒന്നും തോന്നിക്കണില്ല, ഏകദേശം സെയിം യൂസ് തന്നെയല്ലേ. അത് കാരണം ഇനി എപ്പോഴാണ് മൈൻഡ് മാറുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പം ഞാൻ മേടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എൻ്റെ Q&A വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞാൻ അതിൽ റിപ്ലൈ തരാൻ നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതേപോലത്തെ Q&A വീഡിയോ ഞാൻ ഇടയ്ക്ക് ചെയ്യാൻ നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ കുറച്ച് നെർവസ്നെസ് ആണ്. അപ്പോൾ സംഭവം കണ്ണാടി മുന്നിൽ സംസാരിക്കുമ്പോൾ എല്ലാം കൂളായിട്ടും പറയുന്നുണ്ടാവും, പക്ഷെ ക്യാമറ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് തപ്പിപ്പിടുത്തൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ. സ്റ്റാമ്പ് കൊട്ടിച്ചിട്ട് സെറ്റാക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റാക്കിയിട്ട് അങ്ങനെ പറയാം. Oh my god. Next question, how can video depend ചെയ്യും? ഇത് മെയിൻ